Realme C25s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ എന്തിനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് എന്നാണ് മനസ്സിലാവാത്തത്. മറ്റു ബ്രാൻഡുകളുടെ ഭാഗത്തു നിന്നൊക്കെ കോമ്പറ്റീഷൻ വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ അത് മാത്രമല്ല. ഈ ഒരു ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന മറ്റൊരു ഫോൺ റിയൽമിയുടെ തന്നെ ഒരു ഫോണാണ്, ഏകദേശം ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C25s എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ആദ്യം നമ്മൾ സ്പെസിഫിക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ Realme C25sൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ മൈക്രോമാക്സ് ഇൻ 1 എന്ന ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ പോക്കോ M2 റീലോഡഡ് എന്ന ഫോണൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല എന്നുള്ള കാര്യം വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് Hot 10sൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇനി ഈ ഒരു രണ്ട് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിലും ചില ഫോണുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ അതും കൊടുത്തിട്ടില്ല. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. ഇത് കുറച്ച് പഴയ ഡിസൈനാണ്. ഈ ഒരു 3 കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കാര്യം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇവർക്ക് കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഫോണിൽ ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 570 nits ആണ്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ജോമെട്രിക് കാർ ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഡിസൈനാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, വാട്ടറി ഗ്രേയും അതുപോലെ തന്നെ വാട്ടറി ബ്ലൂവും. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 209 gram ആണ്. അപ്പോൾ ഫോണിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.6 mm ആണ്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യമുണ്ട്. പക്ഷേ അതിനുള്ളൊരു കാരണമായിട്ട് വരുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ച ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, 9500 അതുപോലെ 8500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ റിയൽമിയുടെ തന്നെ Realme Narzo 30A എന്ന ഫോണൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോണിലും ഏകദേശം ഇതേ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഇതേ ഒരു ബാറ്ററി സെറ്റപ്പ് ആ ഒരു ഫോണിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു Realme Narzo 30A എന്ന ഫോണിനെ പറ്റി. ആ ഒരു ഫോണിലും ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ ഫോൺ ഓക്കെയാണ്. നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 4 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Android 11 ബേസ് ആയിട്ടുള്ള Realme 2.0 സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 9999 രൂപയാണ്. 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇതേ പ്രൈസ് റേഞ്ചിൽ മൈക്രോമാക്സ് ഇൻ 1 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷനായിട്ട് വരുന്ന മറ്റൊരു ഫോണാണ് പോക്കോ M2 റീലോഡഡ് എന്ന ഫോൺ. ആ ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു ഫോണിനാണെങ്കിൽ ഒരു 500 രൂപ കുറവാണ്. പിന്നെ ഇതിനേക്കാൾ ഒരു 500 രൂപ കുറവിൽ റിയൽമിയുടെ തന്നെ Realme Narzo 30A എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിലും ഏകദേശം ഇതേ സെയിം സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെയും വ്യത്യാസം വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്.
പക്ഷെ അതൊരു വലിയ വ്യത്യാസമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് 2 മെഗാ പിക്സൽ സെൻസറാണ്. അതിനോട് വലിയൊരു യൂസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ ഓൾറെഡി റിയൽമി നാർസോ 30A എന്ന ഫോൺ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അതും ഇതിനേക്കാൾ ഒരു 500 രൂപ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഇതേ സ്പെസിഫിക്കേഷനുമായിട്ട് വീണ്ടും ഒരു ഫോൺ എന്തിനാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവാത്തത്. ഓൾറെഡി നമ്മൾ റിയൽമിയുടെ മാർക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൺഫ്യൂസിംഗ് ആണ്. സ്പെസിഫിക്കേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ട് അവർ കുറേ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് സെയിം സ്പെസിഫിക്കേഷനുമായിട്ട് വേറെയും ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്യുന്നത്. ഇത് കൺഫ്യൂഷൻ കൂട്ടാനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ കസ്റ്റമേഴ്സിന് എക്സ്ട്രാ ഫീച്ചേഴ്സോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.